ഹലോ മമ്മീസ് ആൻഡ് ഡാഡീസ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്നത്തേത് അമൃതം പൊടി സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ട് നമുക്ക് എങ്ങനെ നല്ലൊരു ഹൽവ തയ്യാറാക്കാം എന്നുള്ളതാണ്. വളരെ ഹെൽത്തിയാണ്, വളരെ ന്യൂട്രീഷ്യസ് ആണ്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും. മാത്രമല്ല കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ പറയുകയാണ്, കുട്ടികൾക്ക് അമൃതം പൊടി എന്ന് പറയുന്നത് 6 മാസം തൊട്ട് തന്നെ കൊടുത്തു തുടങ്ങാമെന്നാണ് ആ പാക്കറ്റ്സിൽ എഴുതിയിരിക്കുന്നത് എന്നുണ്ടെങ്കിലും 1 വയസ്സ് കഴിഞ്ഞ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ പീനട്ട്സ് അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഷുഗറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 വയസ്സ് കഴിഞ്ഞ് മാത്രം കൊടുക്കുക. അമൃതം പൊടി സീരീസിൽ നമുക്ക് ഓൾറെഡി കുറേ എപ്പിസോഡ്സ് ഉണ്ട്. ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലഡ്ഡു ഉണ്ടാക്കുന്നത് കണ്ടു, പിന്നെ മറ്റൊരു ശർക്കര കൊണ്ടുള്ള ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടു. അങ്ങനെ പല എപ്പിസോഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് കാണാതിരിക്കരുത്. അപ്പോൾ എന്നാൽ റെസിപ്പി കാണാം. അമൃതം പൊടി ഹൽവ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് പൊടിച്ച ശർക്കര എടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിച്ച ശർക്കര ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂബ്സ് തന്നെ 1-2 ചെറിയ ക്യൂബ്സ് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് അലിഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് ഒരു 1/4 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അമൃതം പൊടിയുടെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു മണം വരുന്നവരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഉടച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് തന്നെ റോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും കരിഞ്ഞു പോകാനായിട്ട് പാടില്ല. നന്നായി റോസ്റ്റ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഇതിലോട്ട് അരിച്ച് ചേർക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗോതമ്പ് പൊടിയാണ് അമൃതം പൊടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കട്ടിയാവും. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കാൻ ഒരിക്കലും മറക്കരുത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അടുത്ത ഇതിലോട്ട് ചേർക്കുന്നത് 1-2 ടേബിൾ സ്പൂൺ നട്ട്സ് ചെറുതായിട്ട് അരിഞ്ഞ് ഞാൻ അല്പം നെയ്യിൽ വറുത്തെടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം. തീരെ കുഞ്ഞു കുട്ടികളാണ്, ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കടിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറിൻ്റെ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഡ്രൈ ഫ്രൂട്ട്സ് പൗഡറിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഏതാണ്ട് ഹൽവ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത് നന്നായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നെയ്യ് പുരട്ടിയ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. എന്നിട്ടൊരു സ്പാറ്റിലയോ സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേണമെങ്കിൽ കോരി കഴിക്കാം. തിരുനെൽവേലി ഹൽവയൊക്കെ നമ്മൾ സ്പൂൺ വെച്ച് കഴിക്കാറില്ല, അതുപോലെ നമുക്ക് കഴിക്കാം. വളരെ സോഫ്റ്റും വളരെ ടേസ്റ്റിയുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീമോൾഡ് ചെയ്തും എടുക്കാവുന്നതാണ്. ഡീമോൾഡ് ചെയ്ത് ഞാൻ കാണിക്കാം. പക്ഷെ മോൾക്ക് ഏറ്റവും ഇഷ്ടം ഇത് ജസ്റ്റ് സ്പൂൺ വെച്ച് കോരി കഴിക്കാനാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും ന്യൂട്രീഷ്യസുമാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.